നമ്മുടെ സജിതാ മഹിമയ നമ്മൾക്കെല്ലാം അറിയാമേ. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് ഹൈസ്കൂൾ 15-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നമുക്കറിയാവുന്ന നമ്മുടെ സജിതയെ, നമ്മുടെ ചിഹ്നം മൊബൈൽ ഫോൺ. എല്ലാവർക്കും നമസ്കാരം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ച് നടക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാനായി തയ്യാറാവുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശൂരനാടാണ്. ശൂരനാട് ഞാനൊരു മൊബൈൽ ഷോപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എന്താ എനിക്ക് കാര്യമെന്ന്. അതായത് ഒരു മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്, അതും മൊബൈൽ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് സജിതാ മഹിമയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തീരുമാനങ്ങളൊക്കെ ഉണ്ടായത്? വളരെ അപ്രതീക്ഷിതമായി വന്ന ഒന്നാണ്. മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു പൊതുജന താല്പര്യാർത്ഥമാണ് ഞാൻ ഇതിനകത്തിലോട്ട് വന്നത്. ഞാൻ 18 വർഷത്തിൽ കൂടുതൽ, അതായത് ഒരു മൊബൈൽ ഷോപ്പിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ ചിഹ്നത്തിലേക്കാണ് നമ്മൾ അല്ലെ വോട്ട് രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നത്. എങ്ങനെയാണ് ഈ മൊബൈൽ ഷോപ്പിലുമായിട്ടുള്ള ഒരു ബന്ധം? ഞാൻ 26 വർഷത്തിന് മുകളിലായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഞാൻ 18 വർഷമായി ഈ സ്ഥാപനത്തിൽ സ്റ്റാഫായ, എന്റെ സ്ഥാപനം തന്നെയാണ്. ഞാൻ ഇവിടെ 18 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. 18 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയും. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കേൾക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പൊതുജന താല്പര്യപ്രകാരമാണ് ഞാൻ ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. അതിലൊത്തിരി സന്തോഷമുണ്ടല്ലേ? അപ്പൊ നമുക്ക് നിലവിൽ ഈ ഒരു വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ? ഈ ഒരു നേതൃസ്ഥാനത്തേക്കൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിന് വേണ്ടി നമുക്ക് ഇനി ചെയ്തു തീർക്കാൻ വേണ്ടി ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആൾക്കാർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ഓരോ ആനുകൂല്യങ്ങളും ഓരോ വ്യക്തികൾക്കും അർഹതപ്പെട്ടവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. വീടില്ലാത്തവരുണ്ട്, വസ്തുവില്ലാത്തവരുണ്ട്, ജലത്തിന്റെ ഒരു കുടിവെള്ള പ്രശ്നം നേരിടുന്നവരുണ്ട്. ഇവർക്കെല്ലാം ഒരു മാതൃകയായിട്ട് തന്നെ അവരുടെ ഒപ്പം എന്നോടൊപ്പം കൂട്ടിച്ചേർത്ത് അവരോടൊപ്പം തന്നെ ഞാൻ നിന്ന് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു ഉറച്ച വിശ്വാസം. വിശ്വാസം ഏതായാലും രക്ഷിക്കട്ടെ. കാരണം ഒരു നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റ ആത്മവിശ്വാസമാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്രയും കോൺഫിഡൻസോട് കൂടി തന്നെ പറയണമെങ്കിൽ അത്രയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് ഇതിനോടകം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഇപ്പൊ കൂടെ ഉള്ളത്. എങ്ങനെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്കൊപ്പമാണോ? ആണ്. അപ്പൊ എങ്ങനെയാ നമ്മുടെ സൗഹൃദം? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു? അടുത്തടുത്ത് ഞാൻ അവിടെ ദന്തൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി നമ്മളെപ്പോഴും കാണുന്ന വ്യക്തികളാണ്. എല്ലാവർക്കും ഇവിടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും സുപരിചിതയായിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മുടെ ഒരു ചേച്ചിയോട്, സ്വന്തം സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ നമുക്ക് എന്ത് കാര്യവും ചേച്ചിയോട് ഷെയർ ചെയ്യാം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്റെ ഉപജീവന മാർഗമായ മൊബൈൽ തന്നെയാണ് എന്റെ ചിഹ്നം. ബാലറ്റ് പേപ്പറിൽ 3-ാമത്തെ നമ്പറാണ്. ഈ ചിഹ്നത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ നാടിന്റെ വികസന മുന്നേറ്റങ്ങൾ മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ ഒക്കെ തന്നെ എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങി ചെല്ലാൻ തയ്യാറായിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സജിതാ മഹിമ. സജിതാ മഹിമയ്ക്ക് എല്ലാവിധ വിജയ ആശംസകൾ. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബിൽവൻസൺ വിസ്മയൻ.